ജഡായിപ്പാറ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ. അവിടെ ഇതേപോലെ ഗ്ലാസ്സൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, നല്ല കാറ്റുമാണേ. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫ്രെയിം. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്തപ്പോഴാണെങ്കിൽ ബാക്കിൽ എവിടെയോ ഒരു കുരങ്ങൻ വന്നതിന് നികിത എന്നെയും കൂടി പേടിപ്പിച്ചു. പക്ഷേ കുരങ്ങനുണ്ട്, അച്ഛനും അമ്മയും കുട്ടിയും അങ്ങനെ ഫുൾ ഫാമിലിയായിട്ട് ഓടി നടക്കുന്നവരെയും കാണാം, ഒതുങ്ങിയിരിക്കുന്നവരെയും കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴി ഒരുപാട് ഉത്സവങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റ്സൊക്കെയാണ് ഈ കാണുന്നത്. വീട്ടിലെത്തി ഡിന്നർ കഴിച്ച് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. 9:30-ക്കാണ് നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി നല്ലൊരു ഉറക്കമുറങ്ങി എറണാകുളത്തെത്തി. 1 മണിക്കാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഊബർ ബുക്ക് ചെയ്യാം, വീട്ടിലേക്ക് പോവാം. സോ ഇതോടുകൂടി നമ്മുടെ വർക്കല ആൻഡ് ട്രാവലിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.